ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 8. 20 ദിവസങ്ങളാണ് ഇനി ലോഗോസ് ക്യൂസ് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. 400 ചോദ്യങ്ങൾ POC മുൻകൂട്ടി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 78 ചോദ്യങ്ങൾ സെപ്റ്റംബർ 28 നടക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും എന്നാണ് POC അറിയിച്ചിട്ടുള്ളത്. 400 ചോദ്യങ്ങളും ഓപ്ഷൻ ഇല്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഓപ്ഷനോടുകൂടി എഫേസോസിൽ നിന്നുള്ള 53 ചോദ്യങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള 122 ചോദ്യങ്ങളുടെ വീഡിയോയാണ്. ചോദ്യവും ഓപ്ഷൻസും കേട്ടതിനു ശേഷം ശരിയുത്തരം ഏതാണ് എന്ന് ഒരു പേപ്പറിൽ എഴുതി അവസാനം 122ൽ ആകെ എത്ര മാർക്ക് ലഭിച്ചു എന്ന് നിങ്ങളുടെ പേരും മാർക്കും കമന്റ് ചെയ്യുക. POC തന്നിട്ടുള്ള PDF-ൽ 204 മുതലുള്ള ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചതാര്? ജനക്കൂട്ടം, അപ്പോസ്തലന്മാർ, വിശ്വാസികൾ, നിയമജ്ഞർ. ഉത്തരം അപ്പോസ്തലന്മാർ. 2, നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത്? കടുകുമണിയോളം, പൂർണ്ണമായ, ഉറപ്പായ, ആഴമായ. ലൂക്കായുടെ സുവിശേഷം 17:5 സിക്കമിൻ വൃക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്ക 19:4 സക്കേവുസിന്റെ ഭവനത്തിൽ എന്ന തലക്കെട്ടിനു കീഴിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളിൽ പറയുന്ന വൃക്ഷം സിക്കമൂർ വൃക്ഷമാണ്. ഇത് രണ്ടും ഒന്നാണോ എന്നറിയില്ല. അതേക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഈ ചോദ്യത്തിന്റെ ഉത്തരം കടുകുമണിയോളം. ചോദ്യം 3, ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. നീ കുറച്ചു സമയം വിശ്രമിക്കുക, നീ ഉടനെ വന്ന് വിശ്രമിക്കുക, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്, നീ ഉടനെ വന്ന് എന്നെ സഹായിക്കുക. ശരിയുത്തരം നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. 4, എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവൻ, ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നവൻ, ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവൻ, ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. ഉത്തരം ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്? ശിഷ്യരോട്, സദുക്കായരോട്, പുരോഹിത പ്രമുഖരോട്, ജനക്കൂട്ടത്തോട്. ശരിയുത്തരം ശിഷ്യരോട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ AB വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. കാരണം അവർക്ക് നൽകിയിരിക്കുന്ന PDF-ൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുള്ള 365 ചോദ്യങ്ങളാണ് POC നൽകിയിരിക്കുന്നത്. ലൂക്ക 18-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? സിനഗോഗിൽ, ദേവാലയത്തിലേക്ക്, ജെറുസലേമിൽ, മലമുകളിൽ. ശരിയുത്തരം ദേവാലയത്തിലേക്ക്. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചതെങ്ങനെ? അക്രമികളും പാപികളും വ്യഭിചാരികളുമെന്ന്, അക്രമികളും നീതിരഹിതരും അസന്മാർഗികളുമെന്ന്, അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്, അസന്മാർഗികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. ശരിയുത്തരം അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. 8-ാമത്തെ ചോദ്യം, ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? പാപിയായ മനുഷ്യൻ, ചുങ്കക്കാരൻ, നിയമജ്ഞൻ, ഫരിസേയൻ. ശരിയുത്തരം ഫരിസേയൻ. 9, ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയന്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? 2 പ്രാവശ്യം ഉപവസിക്കുന്നു, 4 പ്രാവശ്യം ഉപവസിക്കുന്നു, എല്ലാ ദിവസവും ഉപവസിക്കുന്നു, ദിവസവും 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ശരിയുത്തരം 2 പ്രാവശ്യം ഉപവസിക്കുന്നു. അതായത് ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഉപവസിക്കുന്നത്. 10, ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങളേത്? ആഴ്ചയിൽ 4 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു,
ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും പകുതി പാവങ്ങൾക്ക് കൊടുക്കുന്നു. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും പകുതി വിധവകൾക്ക് കൊടുക്കുന്നു. ശരിയുത്തരം ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു. 11. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു എന്നാണ് യേശു അരുളി ചെയ്യുന്നത്. ദൈവമേ എന്ന് വിളിക്കാൻ പോലും, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും, സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും, പിതാവേ എന്ന് വിളിക്കാൻ പോലും. ഉത്തരം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും. 12. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവമേ പാപിയായ എൻ്റെ കുടുംബത്തിൽ കനിയണമേ, ദൈവമേ പാപിയായ എന്നെ സഹായിക്കണമേ, ദൈവമേ രോഗിയായ എന്നിൽ കനിയണമേ, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ഉത്തരം ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. 13. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? ചുങ്കക്കാരൻ, ഫരിസേയൻ. ഫരിസേനും ചുങ്കക്കാരനും ആരും നീതീകരിക്കപ്പെട്ടില്ല. ഉത്തരം ചുങ്കക്കാരൻ. 14. ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? തന്നെ തന്നെ പ്രശംസിക്കുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ അഭിനന്ദിക്കുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഓപ്ഷൻ സി, തന്നെ തന്നെ ഉയർത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും. തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ ശപിക്കുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 18, 14 ഈ വാക്യങ്ങളൊക്കെ കാണാതെ പഠിക്കുക. ശരിയുത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. 15. യേശു കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെയായിരുന്നു? മക്കളെ, ദാസന്മാരെ, ശിശുക്കളെ, രോഗികളെ? ശിശുക്കളെ. 16. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? ശിശുക്കളെ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ, അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, രോഗസൗഖ്യത്തിനായി തിരക്കുകൂട്ടിയപ്പോൾ, പ്രസംഗം കേൾക്കാൻ വന്നുകൂടിയപ്പോൾ. ശിശുക്കളെ കൈകൾ വച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. 17. തൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? വിശ്വാസികളെക്കുറിച്ച്, വിജാതീയരെക്കുറിച്ച്, പരദേശികളെക്കുറിച്ച്, ശിശുക്കളെക്കുറിച്ച്? ശിശുക്കളെക്കുറിച്ച്. POC തന്നിരിക്കുന്ന PDF പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഭാഗങ്ങൾക്ക് POC അത്രയും പ്രാധാന്യം നൽകുന്നത് കൊണ്ടാവാം. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില ഭാഗങ്ങൾ ബൈബിളിൽ നന്നായി വായിക്കുകയും അവിടെ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ അത്തരം ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ, മറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 18. ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? ശിഷ്യന്മാരോട്, ജനക്കൂട്ടത്തോട്, പുരോഹിതന്മാരോട്, പത്രോസിനോട്? ശരിയുത്തരം ശിഷ്യന്മാരോട്. 19. ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? തന്നെ അനുഗമിക്കുന്നവരുടെ, ശിശുക്കളെ പോലെയുള്ളവരുടേത്, പ്രത്യാശയുള്ളവരുടെ, കടുകുമണിയോളം വിശ്വാസമുള്ളവരുടെ? ശരിയുത്തരം ശിശുക്കളെ പോലെ ഉള്ളവരുടേത്. 20. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ശിശുവിനെ പോലെ സ്നേഹിക്കാത്തവർ, ശിശുക്കളെ പോലെ വിശ്വാസമില്ലാത്തവർ, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ, ശിശുക്കളെ പോലെ നിഷ്കളങ്കരല്ലാത്തവർ? ശരിയുത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. 21. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, ശിഷ്യന്മാർ, ധനികനായ ഒരു അധികാരി? ഇത് സമാന വാക്യങ്ങൾ പോലെ ചോദിക്കാം. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത്. സുവിശേഷങ്ങളെ സംബന്ധിച്ച് ഒരു സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങൾ മറ്റ് 3 സുവിശേഷങ്ങളിലും പലതും കാണാനുണ്ട്, ചിലത് കാണാനില്ല. ഇവിടെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്ന വാക്കുകളോ ആശയങ്ങളോ ആവില്ല ഇതേ കാര്യം പറയാൻ മറ്റൊരിടത്ത് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അവിടെ എന്താണ് ഇതിന് സമാനമായി പറയുന്നത് എന്ന് ചോദിക്കാം, മറ്റേതെങ്കിലും ഒരു സുവിശേഷം കോട്ട് ചെയ്തതിനു ശേഷം. അതുകൊണ്ട് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ കൂടി പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്തരം കുറച്ച് വീഡിയോസ്, സമാന വാക്യങ്ങളെ കുറിച്ച് വീഡിയോസ് ഇന്നു മുതൽ തന്നെ ചെയ്തു തുടങ്ങുകയാണ്. എല്ലാ അധ്യായങ്ങളും ഉൾപ്പെടുത്തി 4, 5, 6 വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ഉത്തരം ധനികനായ ഒരു അധികാരി. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത്? രക്ഷ, ശിക്ഷ, സ്വർഗം, മോചനം. രക്ഷ. 23 ജെറീക്കോയിൽ വച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? ഒരു ധനികൻ, സക്കേവൂസ്, ജോസഫ്, ശിമയോൻ. സക്കേവൂസ്. 24 സക്കേവൂസ് ഏതു ദേശക്കാരനായിരുന്നു? ബെത്ലഹേം, ഗലീലിയോ, ജെറീക്കോ, ജെറുസലേം. ഉത്തരം ജെറീക്കോ. 25 അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? സെബദിപുത്രന്മാർ പത്രോസ്, തോമസ്, സക്കേവൂസ്. ഉത്തരം സക്കേവൂസ്. 26 ജെറീക്കോയിൽ വച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികൻ? സക്കേവൂസ്, ശിമയോൻ, ഹെൽപ്പൈ, തോമസ്. സക്കേവൂസ്. 27 സക്കേവൂസ് എന്ന പേരിന് അർത്ഥമെന്ത്? യോഗ്യൻ, കാരുണ്യവാൻ, നീതിമാൻ, ശുദ്ധൻ, വിശുദ്ധൻ, പരിശുദ്ധൻ, സന്തോഷം, ആനന്ദം. ഉത്തരം നീതിമാൻ, ശുദ്ധൻ. 28 യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിന്റെ ജോലി എന്തായിരുന്നു? ആടുമേയ്ക്കൽ, കച്ചവടം, ചുങ്കം പിരിക്കൽ, കൃഷി. ചുങ്കം പിരിക്കൽ. 29 യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിനത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? അന്ധനായിരുന്നു, ദരിദ്രനായിരുന്നു, നീളമില്ലായിരുന്നു, പൊക്കം കുറവായതിനാൽ. പൊക്കം കുറവായതിനാൽ. 30 യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിന്റെ പേര്? സിക്കമൂർ, അത്തി, ഒലിവ്, ഒരു വൃക്ഷം. സിക്കമൂർ. ഈ സിക്കമൂറും 17-ാം അധ്യായത്തിൽ യേശു പറയുന്ന സിക്കമിൻ എന്നതും ഒരു വൃക്ഷമാണോ എന്ന് അറിയില്ല. അത് അറിയുന്നവർ കമന്റ് ചെയ്യുക. 31 മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആര്? മരമേത്? മനുഷ്യൻ സക്കേവൂസ്, മരം അത്തി. മനുഷ്യൻ സക്കേവൂസ്, സിക്കമൂർ. സക്കേവൂസ്, ഒലിവ്. തോമസ്, സിക്കമൂർ. മനുഷ്യൻ സക്കേവൂസ്, മരം സിക്കമൂർ. 32 ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? യൂദാസിനോട്, തോമസിനോട്, സക്കേവൂസിനോട്, ശിമയോനോട്. സക്കേവൂസിനോട്. 33 സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? അവൻ വേഗത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല, ഇറങ്ങി വരാൻ മടിച്ചു നിന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. 34 ഇതു കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? സക്കേവൂസ്, ശിമയോൻ, പത്രോസ്, തോമസ്, ബർത്തലോമിയോ. ഉത്തരം സക്കേവൂസ്. 35 ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആരെപ്പറ്റി പറഞ്ഞു? നിയമജ്ഞർ യേശുവിനെ പറ്റി, യഹൂദർ യേശുവിനെ പറ്റി, പുരോഹിത പ്രമുഖന്മാർ യേശുവിനെ പറ്റി, യഹൂദർ യേശുവിൻ്റെ ശിഷ്യന്മാരെ പറ്റി. യഹൂദർ യേശുവിനെ പറ്റി. 36 യേശു സക്കേവൂസിന്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? ഇവനും പാപിയാകുന്നു. ഇവൻ പാപിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നല്ലോ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. ഇവൻ പാപികളോടൊപ്പം വസിക്കുന്നു. ശരിത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. 37 തന്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? തന്റെ സമ്പാദ്യങ്ങൾ, തനിക്കുള്ളതെല്ലാം, തന്റെ സമ്പത്ത് മുഴുവൻ, സ്വത്തിൽ പകുതി. ഉത്തരം സ്വത്തിൽ പകുതി. 38 വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യും എന്നാണ് യേശുവിനോട് പറഞ്ഞത്? 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, 2 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, 3 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, മുഴുവനും തിരിച്ചു കൊടുത്തുകൊണ്ട്. ഉത്തരം 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. 39 സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുമെന്നും
വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? ശിമയോൻ, സക്കേവൂസ്, ജോസഫ്, യാക്കോബ്. സക്കേവൂസ്. 40. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? പത്രോസിന്റെ, നിയമജ്ഞരുടെ, സക്കേവൂസിന്റെ, യോഹന്നാന്റെ? ശരിയുത്തരം സക്കേവൂസിന്റെ. 40. സക്കേവൂസിനെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? ദാവീദിന്റെ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, മോശയുടെ പുത്രൻ, അബ്രഹാത്തിന്റെ പുത്രൻ. അബ്രഹാത്തിന്റെ പുത്രൻ. 42. ദൈവത്തിന്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യന്റെ പേരെന്ത്? സക്കേവൂസ്, ജോസഫ്, ശിമയോൻ, അന്ത്രയോസ്. സക്കേവൂസ്. 43. യേശുവിന്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിന്റെ പരസ്യജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തി ആര്? യോഹന്നാൻ, സക്കേവൂസ്, യാക്കോബ്, മത്തായി. സക്കേവൂസ്. 44. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? പാപികളെ തിരിച്ചു കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ, നഷ്ടപ്പെട്ടു പോയവരെ രക്ഷിക്കാൻ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. 45. ഇവനും അബ്രഹാത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്, യേശു ജനക്കൂട്ടത്തോട്, യേശു നിയമജ്ഞരോട്, യേശു സക്കേവൂസിനോട്. യേശു സക്കേവൂസിനോട്. 46. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? 10 നാണയത്തിന്റെ ഉപമ, അത്തിമരത്തിന്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. 10 നാണയത്തിന്റെ ഉപമ. 47. 10 നാണയത്തിന്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ബെത്ലഹേമിൽ, ജെറുസലേമിന് സമീപത്ത്, മലമുകളിൽ, നദീതീരത്ത്. ജെറുസലേമിന് സമീപത്ത്. 48. 10 നാണയത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ അതു കേട്ടുകൊണ്ടിരുന്നവർ എന്തു വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? ഇവൻ ദൈവപുത്രനാണോ? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. ദൈവരാജ്യം വിദൂരത്താണെന്ന്. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. 49. അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? ശിഷ്യന്മാരോട്, സേവകരോട്, ജനക്കൂട്ടത്തോട്, ചുറ്റും നിന്നിരുന്നവരോട്. ചുറ്റും നിന്നിരുന്നവരോട്. 50. ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? ദരിദ്രനിൽ നിന്ന്, അധ്വാനിക്കാത്തവനിൽ നിന്ന്, മടിയനിൽ നിന്ന്, ഇല്ലാത്തവനിൽ നിന്ന്. ശരിയുത്തരം ഇല്ലാത്തവനിൽ നിന്ന്. 51. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? 10 നാണയത്തിന്റെ, 10 കന്യകകളുടെ, ധൂർത്തപുത്രന്റെ, കാണാതായ നാണയത്തിന്റെ. 10 നാണയത്തിന്റെ. 52. 10 നാണയത്തിന്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തന്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ച് കാരാഗൃഹത്തിലാക്കണമെന്ന്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന്, കാരാഗൃഹത്തിലാക്കണമെന്ന്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ച് തൂക്കിലേറ്റണമെന്ന്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന്. 53. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തന നിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമ ഏത്? 10 കന്യകമാരുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, 10 നാണയത്തിന്റെ ഉപമ, ധനവാന്റെയും ലാസറിന്റെയും ഉപമ. 10 നാണയത്തിന്റെ ഉപമ. ബൈബിളിൽ ക്രിസ്ത്യാനികൾ എന്നൊന്നും പറയുന്നില്ല. POC ചോദ്യം ചോദിക്കുമ്പോൾ അതേ ആശയം വരുന്ന തരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ബൈബിളിൽ അങ്ങനെ പറയുന്നില്ലല്ലോ എന്ന് കരുതി നമുക്ക് ഉത്തരം എഴുതാതിരിക്കാൻ കഴിയില്ല. ഈ തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് മനസ്സിലാക്കിയിരിക്കുക. 54. 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞതിനു ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? ഗലീലയിലേക്ക്, കാനാനിലേക്ക്, ബെത്ലഹേമിലേക്ക്, ജെറുസലേമിലേക്കുള്ള യാത്ര. ഉത്തരം ജെറുസലേമിലേക്കുള്ള യാത്ര. 55. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? ബെത്ഫഗെ ബെഥാനിയ, ബെത്ഫഗെ ജെറീക്കോ, ബെഥാനിയ, ജോർദാൻ. ബെത്ഫഗെ ബെഥാനിയ.
56 ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? 2 ഭൃത്യന്മാരെ, 2 ശിഷ്യന്മാരെ, 3 ശിഷ്യന്മാരെ, 2 സ്ത്രീകളെ. 2 ശിഷ്യന്മാരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ: യേശു വിലപിച്ചത് ഏതു പട്ടണത്തെ കണ്ടപ്പോഴാണ്? ബെത്ലഹേം, ബെഥാനിയ, ജെറുസലേം, ബെത്ഫഗെ. ജെറുസലേം. 58 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് എന്തായിത്തീർന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തെ കല്ല്, പ്രധാന കല്ല്, അടിസ്ഥാനം, മൂലക്കല്ലായി. മൂലക്കല്ലായി. 59 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ആ കല്ലിന്മേൽ നിപതിക്കുന്നവന് എന്തു സംഭവിക്കും? അത് ആരുടെയെങ്കിലും മേൽ പതിച്ചാലും എന്തു സംഭവിക്കും? കല്ലിന്മേൽ നിപതിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാകും. കല്ലിന്മേൽ നിപതിച്ചാൽ ധൂളിയാകും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ തകരും. കല്ലിന്മേൽ നിപതിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ നശിക്കും. കല്ലിന്മേൽ നിപതിച്ചാൽ താഴ്ന്നു പോകും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാകും. കല്ലിന്മേൽ നിപതിച്ചാൽ തകരും, കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ ധൂളിയാകും. 60 പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ പുസ്തകമേത്? ജോഷുവ, സങ്കീർത്തനങ്ങൾ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ. സങ്കീർത്തനങ്ങൾ. ഇതും ഒരു സമാന വാക്യമാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. 61 തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അവർ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഉപമ ഏത്? അവർ ആര്? 10 നാണയത്തിന്റെ ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 10 കന്യകകളുടെ ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ യഹൂദരും സദൂക്കായരും. ശരിയുത്തരം മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. 62 മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമ ശ്രമിച്ച പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും അവർ ആരെയാണ് ഭയപ്പെട്ടത്? ശിഷ്യന്മാരെ, വിശ്വാസികളെ, ശ്രേഷ്ഠന്മാരെ, ജനങ്ങളെ. ജനങ്ങളെ. 63 യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ ആരെ അയച്ചാണ് അവസരം കാത്തിരുന്നത്? നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ, നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന പുരോഹിതന്മാരെ, നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന നിയമജ്ഞരെ, നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന വിശ്വാസികളെ. നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ. 64 യേശുവിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് ചാരന്മാരെ അയച്ച് യേശുവിന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ യഹൂദ നേതാക്കന്മാർ അവസരം കാത്തിരുന്നത്? സീസറിന്, ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും, പുരോഹിത പ്രമുഖന്മാർക്ക്, സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർക്ക്. ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും, അതായത് ദേശാധിപതി പീലാത്തോസാണ്. 65 നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്രകാരം യേശുവിനോട് പറഞ്ഞതാര്? പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാർ, ഫരിസേയർ. നീതിമാന്മാരാണെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. 66 നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരുടെ ചാരന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമെന്ത്? സത്യമായി ദൈവമുണ്ടോ? സീസറിന് നികുതി കൊടുക്കുന്നത് തെറ്റാണോ? നീ ദൈവപുത്രനാണോ? ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? ഉത്തരം: ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ. 67 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് ചോദിച്ച യഹൂദചാരന്മാരോട് യേശു ആവശ്യപ്പെട്ട നാണയം എന്ത്? ഒരു ദെനാറ. നിയമത്തിൽ എന്തു പറയുന്നു? വചനം വായിക്കുക, നിയമം പാലിക്കുക. ഒരു ദെനാറ. 68 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യഹൂദന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ദെനാറ കാണിക്കുവാൻ ആവശ്യപ്പെട്ടത് എന്തു മനസ്സിലാക്കിയപ്പോഴാണ്? അവരുടെ കൂർമ്മബുദ്ധി, അവരുടെ കൗശലം, അവരുടെ ഗൂഢാലോചന, അവരുടെ ഹൃദയം. ഉത്തരം: അവരുടെ കൗശലം. 69 സീസറിന് നികുതി കൊടുക്കണമോ എന്ന ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശു ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവന്ന നാണയത്തിൽ
ആരുടെ രൂപവും ലിഖിതവുമാണ് ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ, പിലാത്തോസിന്റെ, സീസറിന്റെ, രാജാവിന്റെ? സീസറിന്റെ. 70 സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ ഉത്തരമെന്ത്? സീസറിനുള്ളത് ദൈവത്തിനും, ദൈവത്തിനുള്ളത് സീസറിനും കൊടുക്കുവിൻ. നിയമാനുസൃതമാണ്, നിയമാനുസൃതമല്ല. സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ഉത്തരം സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. 71 സീസറിന് നികുതി കൊടുക്കുന്നതിനെ പറ്റി ചോദ്യവുമായി വന്ന യഹൂദചാരന്മാർ യേശുവിന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട് ചെയ്തതെന്ത്? മൗനം അവലംബിച്ചു, അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു, ദേഷ്യപ്പെട്ടു. മൗനം അവലംബിച്ചു. 72 നീതിമാന്മാർ എന്ന് ഭാവിച്ച ചാരന്മാർക്ക് ആരുടെ സാന്നിധ്യത്തിൽ വച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കാനാണ് സാധിക്കാതിരുന്നത്? പുരോഹിതന്മാരുടെ, ജനങ്ങളുടെ, വിജാതീയരുടെ, ശിശുക്കളുടെ? ജനങ്ങളുടെ. 73 പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം അറിയപ്പെട്ടിരുന്നതെങ്ങനെ? കൽദായർ, സീദോന്യർ, സദൂക്കായർ, അരിമത്തിയാക്കാർ? ഉത്തരം സദൂക്കായർ. 74 ഒരാളുടെ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കടമയെപ്പറ്റി നിയമത്തിൽ പറയുന്ന സാഹചര്യമെന്ത്? സഹോദരൻ മരിച്ചാൽ, സഹോദരൻ സന്താനങ്ങളോടെ മരിച്ചാൽ, സഹോദരന്റെ സന്താനങ്ങൾ മരിച്ചാൽ, സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ. 75 ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരന്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളതാര്? മോശ, ജോഷുവ, അഹറോൻ, നോഹ? ഉത്തരം മോശ. 76 പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദത്തിൽ സദുക്കായർ യേശുവിനോട് പറഞ്ഞ സംഭവത്തിലെ സ്ത്രീ എത്ര പേരുടെ ഭാര്യയായിരുന്നു? 5 സഹോദരന്മാരുടെ, 7 സഹോദരന്മാരുടെ, 4 സഹോദരന്മാരുടെ, 10 സഹോദരന്മാരുടെ? ഉത്തരം 7 സഹോദരന്മാരുടെ. 77 വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയുള്ള സന്താനങ്ങളെന്നാണ് യേശു പറയുന്നത്? മനുഷ്യരുടെ സന്താനങ്ങൾ, പാപികളുടെ സന്താനങ്ങൾ, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ, വരാനിരിക്കുന്ന യുഗത്തിൻ്റെ സന്താനങ്ങൾ. ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമയിൽ ഉടമസ്ഥൻ തോട്ടം ആരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്? അയൽക്കാരെ, സഹോദരങ്ങളെ, മകനെ, കൃഷിക്കാരെ? കൃഷിക്കാരെ. 79 അവസാന നാളുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരു നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദേഷിക്കും എന്നാണ് യേശു പറയുന്നത്? യേശുവിൻ്റെ നാമം നിമിത്തം, സ്വർഗം നിമിത്തം, യേശുവിൻ്റെ പ്രവൃത്തികൾ മൂലം, വരാനിരിക്കുന്ന കാലം കാരണം. യേശുവിൻ്റെ നാമം നിമിത്തം. 80 യേശുവിൻ്റെ നാമം നിമിത്തം ശിഷ്യന്മാരെ എല്ലാവരും ദൂഷിക്കുമെങ്കിലും ശിഷ്യന്മാരുടെ എന്തുപോലും നശിച്ചു പോകുകയില്ല എന്നാണ് യേശു അറിയിക്കുന്നത്. ഒരു വാക്കുപോലും, ഒരു തലമുടിയിഴ പോലും, ഒരു പ്രവൃത്തി പോലും, ഒരിടപെടൽ പോലും, ഒരു തലമുടിയിഴ പോലും. 80 ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂദയായിലുള്ളവർ എന്തു ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെട്ടത്? നഗരങ്ങളിലേക്ക് പലായനം ചെയ്യണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം, നഗരത്തിന് പുറത്തേക്ക് പലായനം ചെയ്യണം. പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ജെറുസലേമിൽ വെച്ച് യേശുവിൻ്റെ വാക്കു കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് എത്തിയിരുന്നത്? മലമുകളിൽ, നദീതീരത്ത്, സിനഗോഗിൽ, ദേവാലയത്തിൽ? ദേവാലയത്തിൽ. 83 പെസഹ തിരുനാളിൻ്റെ മറ്റൊരു പേര്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ആഘോഷത്തിൻ്റെ തിരുനാൾ, രക്ഷയുടെ തിരുനാൾ, പുളിപ്പുള്ള അപ്പത്തിൻ്റെ തിരുനാൾ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 84 യേശുവിനെ എങ്ങനെ വധിക്കാം എന്നതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരുന്നവർ ആരെല്ലാം? നിയമജ്ഞരും സദുക്കായരും, പുരോഹിതന്മാരും നിയമജ്ഞരും, പുരോഹിതന്മാരും സദുക്കായരും, സദുക്കായരും ജനങ്ങളും. പുരോഹിതന്മാരും നിയമജ്ഞരും. 85 പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാം എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഏതു സമയത്താണ്? പകൽ സമയത്ത്, രാത്രി സമയത്ത്, പെസഹ അടുത്തപ്പോൾ, ആഘോഷ സമയങ്ങളിൽ? പെസഹ അടുത്തപ്പോൾ. 86 പുരോഹിതന്മാരും നിയമജ്ഞരും യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചിരുന്നെങ്കിലും അവർ ഭയപ്പെട്ടിരുന്നത് ആരെയാണ്? വിശ്വാസികളെ, ജനക്കൂട്ടത്തെ, പുരോഹിതന്മാരെ, ജനങ്ങളെ? ജനങ്ങളെ. 87 സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവൻ ആര്? യൂദാസ്, തോമസ്,
പിലാത്തോസ്, പത്രോസ്, യൂദാസ്. 88 12 അപ്പോസ്തലന്മാരിൽ ആരിലാണ് സാത്താൻ പ്രവേശിച്ചത്? പത്രോസിൽ, യൂദാസിൽ, യോഹന്നാനിൽ, യാക്കോബിൽ. യൂദാസിൽ. 89 യൂദാസ് ആരെ സമീപിച്ചാണ് യേശുവിനെ അവർക്ക് എങ്ങനെയാണ് ഒറ്റുകൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചത്? പുരോഹിത പ്രമുഖന്മാരെയും നിയമജ്ഞരെയും, നിയമജ്ഞരെയും യഹൂദരെയും, പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും, പുരോഹിത പ്രമുഖന്മാരെയും യഹൂദരെയും, പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും. 90 യേശുവിനെ ഒറ്റുകൊടുക്കുന്നതിന് പ്രതിഫലമായി യഹൂദ നേതാക്കന്മാർ യൂദാസിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തതെന്ത്? സ്ഥാനമാനങ്ങൾ, അധികാരം, സമ്പത്ത്, പണം. എപ്പോൾ യേശുവിനെ ഒറ്റുകൊടുക്കാനാണ് യൂദാസ് അവസരം പാർത്തുകൊണ്ടിരുന്നത്? ജനക്കൂട്ടമില്ലാത്തപ്പോൾ, ദേവാലയത്തിലായിരുന്നപ്പോൾ, വിജന പ്രദേശത്ത് ആയിരിക്കുമ്പോൾ, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ. ജനക്കൂട്ടമില്ലാത്തപ്പോൾ. 92 പ്രേക്ഷിത ദൗത്യവുമായി അയക്കപ്പെടുന്ന അപ്പോസ്തലൻ വാളില്ലാത്തവനെങ്കിൽ എന്തു വിറ്റുപോലും വാൾ വാങ്ങട്ടെ എന്നാണ് യേശു ആവശ്യപ്പെട്ടത്. സ്വന്തം സ്ഥലം, സ്വന്തം കുപ്പായം, സ്വന്തം ആഭരണം, വിലപ്പെട്ടതെല്ലാം. സ്വന്തം കുപ്പായം. 93 താൻ ആരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നത് എന്നാണ് യേശു പ്രഖ്യാപിച്ചത്. ദുഷ്ടന്മാരോടൊപ്പം, പാപികളോടുകൂടെ, നിയമലംഘകരോടുകൂടെ, വിജാതീയരോടൊപ്പം. നിയമലംഘകരോടുകൂടെ. 94 പൂരിപ്പിക്കുക. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് ഡാഷ്. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. സത്യമാണ്. പൂർത്തിയാക്കപ്പെടും. പൂർത്തിയാകേണ്ടതാണ്. ഉത്തരം പൂർത്തിയാക്കേണ്ടതാണ്. 95 വാളില്ലാത്തവൻ വാൾ വാങ്ങട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ തങ്ങൾക്ക് എത്ര വാളുണ്ട് എന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്? 2 വാൾ, 3 വാൾ, 1 വാൾ, 5 വാൾ. ഉത്തരം 2 വാൾ. 96 പെസഹ ഭക്ഷണത്തിന് ശേഷം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ പിന്തുടർന്നതാര്? പടയാളികൾ, ശിഷ്യന്മാർ, നിയമജ്ഞർ, പുരോഹിതന്മാർ. ശിഷ്യന്മാർ. 97 പെസഹ ഭക്ഷണത്തിനു ശേഷം യേശു എവിടേക്കാണ് പോയത്? കടൽ തീരത്തേക്ക്, ഭവനത്തിലേക്ക്, ഒലിവുമലയിലേക്ക്, ദേവാലയത്തിൽ. ഒലിവുമലയിലേക്ക്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പെസഹ ഭക്ഷണശേഷം ഒലിവുമലയിൽ എത്തിയ യേശു ശിഷ്യന്മാരോട് ആദ്യം അരുൾ ചെയ്ത വചനമെന്ത്? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. ഇവിടെ കണ്ടതൊന്നും ആരോടും പറയരുത്. രക്ഷ പ്രാപിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 99 ഗസ്തമനിയിൽ എത്തിയ യേശു ശിഷ്യന്മാരിൽ നിന്ന് എന്തുമാത്രം ദൂരെ മാറിയാണ് പ്രാർത്ഥിച്ചത്? 1 മീറ്റർ അകലെ, 1 കല്ലേറ് ദൂരം, 1 സ്ഥാദിയോൺ ദൂരം, 1 വിളിപ്പാടകലെ. 1 കല്ലേറ് ദൂരം. 100 ഗസ്തമനിയിലെത്തിയ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴത്തെ ശാരീരിക നില എന്തായിരുന്നു? കൈകൂപ്പി നിന്നു, കമിഴ്ന്നു വീണു, മുട്ടിന്മേൽ വീണു, സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി. മുട്ടിന്മേൽ വീണു. 101 ഗത്സമനിയിൽ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ സേവകന്റെ ഏതു ചെവിയായിരുന്നു ഛേദിച്ചു കളഞ്ഞത്? അത് യേശു സുഖപ്പെടുത്തിയതെങ്ങനെ? ഇടതു ചെവി തൊട്ട് സുഖപ്പെടുത്തി. വലതു ചെവിയിൽ തലോടി സുഖപ്പെടുത്തി. ഇടതു ചെവിയിൽ തലോടി സുഖപ്പെടുത്തി. വലതു ചെവി തൊട്ട് സുഖപ്പെടുത്തി. ശരിയുത്തരം വലതു ചെവി തൊട്ട് സുഖപ്പെടുത്തി. 102 ഗത്സമനിയിൽ യേശുവിനെ ബന്ധിക്കാനായി വന്നവർ ലൂക്കാസ് സുവിശേഷത്തിൽ ആരെല്ലാം? ഓരോ സുവിശേഷങ്ങളിലും അത് വ്യത്യസ്തമാണ്. അത് മറ്റു സുവിശേഷങ്ങളിൽ എന്ത് പഠിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാൻ പരിശ്രമിക്കുക. സുവിശേഷത്തിന്റെ പേരും ആ സുവിശേഷത്തിൽ ആരാണ് എന്നും പറഞ്ഞിരിക്കുന്നത് കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, നിയമജ്ഞർ. പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. നിയമജ്ഞർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. പുരോഹിത പ്രമുഖന്മാർ, ശ്രേഷ്ഠന്മാർ, ജനപ്രമാണികൾ. ശരിയുത്തരം പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ എന്നതാണ്. 4 സുവിശേഷങ്ങളിലും കാണപ്പെടുന്ന ഒരു ഭാഗമാണിത്. യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കുന്നു എന്ന തലക്കെട്ടിലാണ് ലൂക്കാസ് സുവിശേഷകൻ ഇത് പറയുന്നത്. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിലാണ്. മത്തായിയും മർക്കോസും ലൂക്കായും ഈ സംഭവം പറയുന്നുണ്ട്. ഈ 3 സുവിശേഷങ്ങളിലും അവിടെ പറയുന്ന ആളുകളുടെ പേരുകൾ എന്താണ് എന്നത് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. 103 ഗത്സമനിയിൽ വെച്ച് യേശുവിനെ ബന്ധിക്കാനായി വന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വാളും വടിയും
വാളും കുന്തവും, കുന്തവും വടിയും, കുന്തവും കല്ലും കയറും. ശരിയുത്തരം വാളും വടിയും. 104 ആർക്കെതിരെ എന്ന പോലെ തന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ എന്നാണ് തനിക്കെതിരായി വന്നവരോട് യേശു ചോദിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ എന്ന പോലെ, വിജാതീയരോടെന്ന പോലെ, കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ, പാപികളോടെന്ന പോലെ. കവർച്ചക്കാർക്കെതിരെ എന്ന പോലെ. 105 ഗത്സമനിയിൽ വെച്ച് യേശു തന്നെ ബന്ധിക്കാൻ വന്നവരോട് താൻ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ അവർ തന്നെ പിടിച്ചില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. മരയിലായിരുന്നപ്പോൾ, പൊതുസ്ഥലത്തായിരുന്നപ്പോൾ, വീട്ടിലായിരുന്നപ്പോൾ, ദേവാലയത്തിലായിരുന്നപ്പോൾ. 106 പൂരിപ്പിക്കുക. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. ആധിപത്യവും അന്ധകാരത്തിൻ്റെ, പാപികളുടെ, ദുരിതങ്ങളുടെ, രോഗങ്ങളുടെ. അന്ധകാരത്തിൻ്റെ. 107 എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യവും. യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട്? പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും. പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും സൈന്യാധിപന്മാരോടും. സൈന്യാധിപന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. ശരിയുത്തരം പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. 108 ഗത്സമനിയിൽ ബന്ധനസ്ഥനാക്കിയ യേശുവിനെ യഹൂദർ ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്? പീലാത്തോസിന്റെ, സീസറിന്റെ, പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക്, രാജാവിന്റെ. ശരിയുത്തരം പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക്. 109 നീയും അവരിൽ ഒരുവനാണ് എന്ന് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് വച്ച് ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് അപ്പോസ്തലനെ കണ്ടിട്ടാണ്? യൂദാസിനെ, യാക്കോബിനെ, തോമസിനെ, പത്രോസിനെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശു ശിഷ്യന്മാരോട് അവർ ആരെപ്പോലെ ആകരുത് എന്നാണ് നിർദ്ദേശിച്ചത്? വിജാതീയരെ പോലെ, നിയമജ്ഞരെ പോലെ, പണ്ഡിതന്മാരെ പോലെ, വിജാതീയരെ പോലെ. ശരിയുത്തരം വിജാതീയരെ പോലെ. 111 യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധികാരി ആര്? സീസർ, പീലാത്തോസ്, നെബുക്കദ്നേസർ, സോളമൻ. പീലാത്തോസ്. 112 യേശുവിനെ വിട്ടയക്കുന്നതിനെപ്പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോട് എത്ര പ്രാവശ്യം സംസാരിച്ചു? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം. 3 പ്രാവശ്യം. 13 യേശുവിനെ വിട്ടയക്കാനായി പീലാത്തോസ് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതെന്ത്? ക്രൂശിക്കുക, അവനെ ശിക്ഷിക്കുക. ക്രൂശിക്കുക, അവനെ കൊല്ലുക. ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. നശിപ്പിക്കുക, അവനെ ക്രൂശിക്കുക. ശരിയുത്തരം ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. 14 യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു? ബറബാസ്, സ്തെഫാനോസ്, ശിമയോൻ, കാനാൻകാരൻ, തോമസ്. ബറബാസ്. 115 പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനും ബറബാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിൻ്റെ കാരണമെന്ത്? ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം, ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം, മാനസിക സമ്മർദ്ദം, ദൈവീക ഇടപെടൽ. ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധം. 16 യേശുവിനെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി? പൗലോസ്, ശിഷ്യന്മാർ, ശിമയോൻ, തോമസ്. ശിമയോൻ. 117 കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? യഹൂദൻ, കാനാൻകാരൻ, ബെത്ലഹേംകാരൻ, കിറേനേക്കാരൻ. 118 യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയിരുന്നവർ ആര്? സ്ത്രീകളുടെ സമൂഹം, രോഗസൗഖ്യം നേടിയവർ, ശിഷ്യഗണം, വിശ്വാസികളുടെ ഒരു സമൂഹം. സ്ത്രീകളുടെ സമൂഹം. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും അവിടുന്ന് നിന്ന് ഒരുത്തരവും ലഭിക്കാത്ത ഭരണാധികാരി? പ്രധാനാചാര്യൻ, ഹെറോദസ്, പീലാത്തോസ്, സീസർ. ഹെറോദസ്. 120 എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അതെവിടെ വച്ചായിരുന്നു? സിനഗോഗിൽ വച്ച്, ദേവാലയത്തിൽ വച്ച്, എമ്മാവൂസിലേക്കുള്ള വഴിയിൽ, ജെറുസലേമിനെ സമീപിക്കുമ്പോൾ. എമ്മാവൂസിലേക്കുള്ള വഴിയിൽ. 121 എമ്മാവൂസിലേക്ക് ഉത്ഥാന ദിവസം പോയ 2 ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അതാരാണ്? സെബദി പുത്രന്മാർ പത്രോസ്, യോഹന്നാൻ, ക്ലയോപ്പാസ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശുവും എമ്മാവൂസിലെ ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നപ്പോൾ ആരാണ് അപ്പം മുറിച്ചത്?
യേശു, പത്രോസ്, യോഹന്നാൻ, ക്ലയോപ്പാസ്. ശരി ഉത്തരം യേശു. ഇങ്ങനെ 122 ചോദ്യങ്ങളാണ് ലൂക്കാസ് വിശേഷത്തിൽ നിന്ന് POC നൽകിയിട്ടുള്ളത്. ഇത്രയും ചോദ്യങ്ങൾ കാണാതെ പഠിച്ചാൽ ഇതിൽ നിന്ന് ഒരു 15 ചോദ്യങ്ങളെങ്കിലും നമുക്ക് ഉറപ്പായും ലഭിക്കും. 78 ചോദ്യങ്ങളാണ് POC തന്നിരിക്കുന്ന PDF-ൽ നിന്ന് ആകെ ചോദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും ചോദിച്ചില്ലെങ്കിൽ പോലും 65-നും 70-നും ഇടയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള 30-35 മാർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ മുഴുവൻ ഭാഗങ്ങളും കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരും പരിശ്രമിക്കുക, ബൈബിൾ വായിക്കുക. മുഴുവൻ ഭാഗങ്ങളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. പഠനസഹായി വാങ്ങിയവർ പഠനസഹായിയിലെ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യുക. പഠനസഹായി നമ്മുടെ കയ്യിൽ ഇനി സ്റ്റോക്കില്ല. ആവശ്യമുള്ളവർക്ക് PDF അയച്ചു തരാം. 100 രൂപയാണ് PDF-ൻ്റെ ചാർജ്. ഇനി 20 ദിവസമേ പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നുള്ളൂ. ദിവസം 2 അധ്യായം വെച്ച് വായിച്ചാൽ മാത്രമേ നമുക്കിനി മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യാൻ കഴിയൂ. എല്ലാവരും 2-3 പ്രാവശ്യം ഓരോ അധ്യായവും വായിക്കുക. ന്യായാധിപന്മാരുടെയും പ്രഭാഷകന്റെയും വീഡിയോ POC തന്നിട്ടുള്ളത് ഇതുപോലെ ഓപ്ഷൻസ് ആക്കി ഒരു മോക്ക് ടെസ്റ്റ് പോലെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. 100 മാർക്ക് കരസ്ഥമാക്കുക എന്നതാവണം എല്ലാവരുടെയും ലക്ഷ്യം. അതിനായി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും വിജയാശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.